കോഴിക്കോട് മാവൂർ റോഡിൽ യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ രണ്ടാം പ്രതി നല്ലളം സ്വദേശി കെ വിപിൻ അറസ്റ്റിലായി. കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി നജീബ്, നൌഷിദ് എന്നിവർ നേരത്തെ അറസ്റ്റിലായിരുന്നു. കെ വി രാഹുൽ വിവരങ്ങളുമായിട്ട്. രാഹുൽ, ബാറിൽ നിന്ന് എന്തോ പുറത്തിറങ്ങുമ്പോഴുണ്ടായ തർക്കത്തിനെ തുടർന്നല്ലായിരുന്നു ഈ കൊലപാതകം, അല്ലേ? ദിവിഷ്, അത് ബാറിലെ ഉണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് ആദ്യം കരുതിയിരുന്നത്. പക്ഷെ അതിന് ആ തർക്കത്തിന് കൃത്യമായ കാരണം ഉണ്ടായിരുന്നു. കേസിലെ രണ്ടാം പ്രതിയാണ് ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള നല്ലളം സ്വദേശിയായ വിപിൻ. ഒന്നാം പ്രതി നജീബിന്റെ സുഹൃത്തു കൂടിയാണ്. വെള്ളിയാഴ്ച രാത്രിയാണ് മാവൂർ റോഡിൽ KSRTC ടെർമിനലിന് സമീപത്തുള്ള ബാറിന് മുൻവശം വെച്ച് ഈ കത്തിക്കുത്തുണ്ടാകുന്നത്. കൊല്ലപ്പെട്ടത് നടുവട്ടം സ്വദേശിയായ ആദിൽ റോഷനാണ്, 39-കാരൻ. സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിരുന്നില്ല. അതായത് കേസിനെ സംബന്ധിച്ച് പോലീസ് വ്യക്തമാക്കുന്നത്, നടക്കാവ് പോലീസാണ് ഈ കൊല്ലപ്പെട്ട ആദിൽ റോഷൻ 10,000 രൂപ ഒന്നാം പ്രതിയായ നജീബിൽ നിന്ന് കടമായി വാങ്ങിയിരുന്നു. അതിൽ 5,000 രൂപ തിരിച്ചു കൊടുക്കാനുണ്ട്. അപ്പൊ ഈ പണം നൽകാത്തതിലുള്ള ദേഷ്യം, ഒപ്പം തന്നെ പണം ചോദിച്ച സമയത്ത് ഈ നജീബിന്റെ ഭാര്യ, പങ്കാളിയായ കേസിലെ തന്നെ ഇപ്പോൾ മൂന്നാം പ്രതിയായി ചേർക്കപ്പെട്ടിട്ടുള്ള നൌഷിദയോട് മോശമായി പെരുമാറിയതിലുള്ള വിരോധം, ഇതാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ്. ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ളത് കേസിലെ രണ്ടാം പ്രതിയാണ്. നജീബും വിപിനും ചേർന്ന് ആദ്യമേ ഈ ബാറിലെത്തി മദ്യപിച്ചു. പിന്നീട് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതിന് വേണ്ടി ആദിലിനെ സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തിയതാണ്. അതിനുശേഷം ഇത് കാര്യങ്ങൾ തർക്കമായി മാറി. ബാറിന് പുറത്ത് വെച്ച് കത്തി കൊണ്ട് കുത്തുകയായിരുന്നു. അതായത് കത്തി സ്ഥലത്തേക്ക് കൊണ്ടു കൊടുത്തത് നൌഷിദയാണ്. വീട്ടിൽ നിന്നാണ് കത്തിയെടുത്ത് കൊണ്ടു കൊടുക്കുകയും ചെയ്തത്. കുത്തേറ്റ് നജീബ് കൊല്ലപ്പെട്ട ആദിൽ റോഷനെ കുത്തി. ആദിൽ റോഷൻ നിലത്ത് വീഴുന്ന സമയത്ത് വിപിൻ ചവിട്ടുകയും ചെയ്തു എന്നാണ് പോലീസ് കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് വിപിനെ കേസിലെ രണ്ടാം പ്രതിയാക്കിയത്. ഇയാൾ ഈ സംഭവത്തിന് പിന്നാലെ ഒളിവിലായിരുന്നു. വയനാട്ടിൽ വെച്ചാണ് കസ്റ്റഡിയിലെടുത്തത്. ബംഗളൂരുവിലേക്ക് കടക്കാനുള്ള നീക്കമെന്നാണ് പോലീസ് മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ആദ്യം അറസ്റ്റിലായ രണ്ടുപേരെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരുന്നു. വിപിനെ ഉടനെ തന്നെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും.